ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള 2024 PG അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2024 PG അതുപോലെ തന്നെ PG ഡിപ്ലോമ പ്രോഗ്രാമിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. MA, MSc, MCom, MCA, MTech, MBA, മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ്, MEd, MPed, MSW, MPA, തിയേറ്റർ ആർട്സ്, LLM. ഇത്രയും PG കോഴ്സുകളും ഡിപ്ലോമ ഇൻ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇത്രയും PG ഡിപ്ലോമ കോഴ്സുകളുമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NTA കണ്ടക്ട് ചെയ്യുന്ന CUET PG എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. CUET PG റിസൾട്ട്സ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. CUETക്ക് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അതത് കോഴ്സുകൾക്ക് CUETയിൽ ഏതൊക്കെ പേപ്പറുകളാണ് ക്വാളിഫൈ ചെയ്യേണ്ടത് എന്ന് നോക്കേണ്ടതാണ്. 17/5/2024 PG കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ 250 രൂപയാണ് വരുന്നത്. ഇതിനു പുറമെ അഡീഷണൽ കോഴ്സുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സിനും 100 രൂപ വെച്ച് അടയ്ക്കേണ്ടതാണ്. SC ST കാറ്റഗറി ആണെങ്കിൽ 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അഡീഷണൽ പേപ്പറുകൾക്ക് നിങ്ങൾ 50 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത്. PWD ട്രാൻസ്ജെൻഡർ കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള മറ്റ് ഇൻസ്ട്രക്ഷൻസ് കൂടിയൊന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CUETയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. പ്യുവർലി മെറിറ്റ് ബേസിസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. രണ്ടാമതായിട്ട് ഏതെങ്കിലും 2 കാൻഡിഡേറ്റ്സിന് ഒരേ മാർക്കാണ് CUET എൻട്രൻസ് എക്സാമിനേഷൻ ലഭിക്കുന്നതെങ്കിൽ അവരുടെ UG മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്കാർക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി CUET എൻട്രൻസ് എക്സാമിനേഷനും ഡിഗ്രിക്കും ഒരേ മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ +2 മാർക്കായിരിക്കും നോക്കുന്നത്. അതും സെയിം ആയിട്ട് വരുവാണെങ്കിൽ 10th മാർക്കും പിന്നീട് നിങ്ങളുടെ ഏജുമായിരിക്കും പരിഗണിക്കുന്നത്. ഓൺലൈനായിട്ട് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മൊബൈൽ ഫോൺ ഒഴിവാക്കിയിട്ട് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴി അപ്ലൈ ചെയ്യണമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടൽ വഴി ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ചില കുട്ടികളൊക്കെ അഡ്മിഷൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഫീസ് അടക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മറന്നു പോകും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.